ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സിലൊക്കെ കരിമ്പൻ പിടിച്ചാൽ പിന്നെ അത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ വളരെ എളുപ്പത്തിൽ കരിമ്പനൊക്കെ പോയിട്ട് പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വാസ്ലൈൻ വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ യൂസ് എന്താണെന്ന് നോക്കിയാലോ. നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറൊക്കെ എപ്പോഴും എണ്ണയും അതുപോലെ തന്നെ സോപ്പൊക്കെ തെറിച്ച് ഇതുപോലൊരു അവസ്ഥയിലായിരിക്കും. പുതിയതാണെങ്കിലും അത് പെട്ടെന്ന് പഴയതുപോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയം കുറച്ച് വാസ്ലൈൻ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാതിൽ നല്ലൊരു തിളക്കവും കിട്ടും. അതുപോലെ തന്നെ ഇതിലേക്ക് തെറിക്കുന്ന സോപ്പും എണ്ണയും ഒക്കെ ഈ വാതിലേക്ക് തട്ടുന്ന സമയത്ത് ഈ വാസ്ലൈൻ നല്ലൊരു കോട്ടിംഗ് ആയിട്ട് വർക്കായിട്ട് അതൊക്കെ താഴേക്ക് തെറിച്ചു പോകുന്നതാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഡോറ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മരത്തിന്റെ ഡോറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പുതിയതുപോലെ തിളങ്ങുന്നതാണ്. അപ്പൊ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മളെ കുഞ്ഞുമക്കളുടെ തലയൊക്കെ നന്നായിട്ട് കെട്ട് പണഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ചീർപ്പ് വെച്ച് ചീവി കൊടുക്കുകയാണെങ്കിൽ നല്ല വേദനയായിരിക്കും. മുടിയും കുറേ ചീർപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലെ കുറച്ച് വാസ്ലൈൻ ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചീവി കൊടുക്കുകയാണെങ്കിൽ മുടിയിലുള്ള കെട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല നമ്മളുടെ മുടിക്ക് നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും. ചില കുട്ടികൾക്കൊക്കെ തലയിൽ എണ്ണ ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും അല്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ കുറച്ച് വാസ്ലൈൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിയൊന്നും പാറിപ്പോവാതെ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഒരു ചീർപ്പിലായിരിക്കും വാസ്ലൈൻ തേച്ച് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ ആ ടിപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഹെയർ ഡൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ നെറ്റിയിലേക്കൊക്കെ നന്നായിട്ട് കളർ പിടിക്കുമല്ലേ. അപ്പോൾ ഹെയർ ഡൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വാസ്ലൈൻ ഇതുപോലെ നെറ്റിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഹെയർ ഡൈ ആയാലും നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. തുള്ളി പോലും ഒട്ടി പിടിക്കില്ല. എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാസ്ലൈൻ വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡെയിലി യൂസ് ചെയ്യുന്ന സ്പെക്സ് ആണ് എടുക്കുന്നത്. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് കിട്ടും. അതില്ലാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് മങ്ങുന്ന സമയത്തൊക്കെ കുറച്ച് വാസ്ലൈൻ ഒന്ന് ഒരു കോട്ടൺ തുണിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫോണൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് മഞ്ഞക്കറയും പാടുകളും ഒക്കെ ആവാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ച് വാസ്ലൈൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയി വരും കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലുള്ള ലെതറിൻ്റെ ഐറ്റംസ് ഒക്കെ കഴുകിയിട്ട് അതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു പൂപ്പൽ പോലെ വരാറുണ്ടല്ലേ. ഇതുപോലെ കുറച്ച് വാസ്ലൈൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കവറിലിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പൊടികളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സിബിലൊക്കെ കുറച്ച് ആക്കി കൊടുക്കുകയാണെങ്കിൽ സിബ് നല്ല സ്മൂത്ത് ആയിട്ട് അടക്കാനും തുറക്കാനും ഒക്കെ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഇതുപോലുള്ള ഗ്യാസ് സ്റ്റവ് ഒക്കെ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് അഴുക്കായിട്ട് കാണാറുണ്ട്. നമ്മൾ എപ്പോഴും വെള്ളം വെച്ച് ഇത് കഴുകിയെടുക്കുകയാണെങ്കിൽ ഈ ബർണറും അതുപോലെ തന്നെ ഈ സ്റ്റീൽ ഗാർഡൊക്കെ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് വാസ്ലൈൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അഴുക്കൊക്കെ പോയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. നല്ലൊരു ഗ്ലേസിങ്ങും അതുപോലെ തന്നെ പുതിയതുപോലെ ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ടവൽ ഉപയോഗിച്ച് ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ട് പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മളെ മക്കൾ സ്കൂളിലേക്ക് ഇടുന്ന ഷൂ ഒക്കെ പെട്ടെന്ന് നമ്മളടുത്ത് ഷൂ പോളിഷ് ഇല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വാസ്ലൈൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള പൂപ്പലൊക്കെ പോയിട്ട് നന്നായിട്ട് പോളിഷ് ചെയ്ത പോലെ തന്നെ കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാല് വിണ്ട് കീറുന്ന പ്രോബ്ലം ഉള്ളവർ നന്നായിട്ട് കാലൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് വാസ്ലൈൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഷോക്സ് ഇട്ട് ഒരാഴ്ച നിങ്ങൾ രാത്രി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കാല് നല്ല സ്മൂത്ത് ആയിട്ട് വരും. അതുപോലെ തന്നെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ സ്മെല്ലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലുള്ള ചന്ദനത്തിരികളൊക്കെ കത്തിച്ച് വെക്കാറുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അതിന്റെ സ്മെല്ലൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കത്തിച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് വാസ്ലൈൻ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇത് തീരുന്നത് വരെയും അതിന്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യും. ട്രൈ ചെയ്ത് നോക്കണേ. മിക്സി ജാറിന്റെ ബ്ലേഡ് ഒക്കെ ചില സമയത്ത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അത് കറങ്ങാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ മിക്സി ജാറിന്റെ അടിയിലായിട്ട് നമ്മൾ കുറച്ച് വാസ്ലൈൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ആവുന്നതാണ്. എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ ഡ്രസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്ന കറകൾ എങ്ങനെ കളയാം എന്നുള്ള ടിപ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വൈറ്റ് ഷർട്ടിലേക്ക് കുറച്ച് അച്ചാറാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. അച്ചാറായാലും മഞ്ഞക്കറ ആയാലും
എന്ത് തന്നെയായാലും ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് വലിയൊരു പാട് തന്നെയായിരിക്കും ഇതുപോലെ കറയായാൽ. എന്നാൽ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടിപ്സാണ് കേട്ടോ ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. എന്ത് കറ തന്നെ ആയാലും ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, ആ മഞ്ഞക്കറ അതുപോലെ തന്നെ അതിൽ അവശേഷിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ സോപ്പ് വെച്ച് ഉരച്ചാൽ ചില സമയത്ത് ഇതുപോലുള്ള കറകളൊന്നും പോയി കിട്ടണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടിന്നറാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയിന്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് കയ്യിലൊക്കെ പെയിന്റ് പറ്റിയാൽ നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല, അതാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ഒരു കോട്ടണിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഏത് കറയാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതിൻ്റെ കറകളൊക്കെ നന്നായിട്ട് ഇവിടെ പോയി കിട്ടിയിട്ടുണ്ട്. സോപ്പോ ലിക്വിഡോ ഒന്നും തന്നെ വേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്കിവിടെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര പോകാത്ത കറിയും നിങ്ങൾക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കഴുകിയതിന് ശേഷം നിങ്ങൾ കണ്ടില്ല, അഴുക്കൊക്കെ പോയിട്ട് നന്നായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ വൈറ്റ് ഡ്രസ്സിലേക്ക് മൈലാഞ്ചിയാണ് ആക്കി കൊടുക്കുന്നത്. കുഞ്ഞു മക്കളൊക്കെ മൈലാഞ്ചി ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഡ്രസ്സിൽ ഇതുപോലുള്ള കറകളൊക്കെ ആകുമ്പോൾ ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളത് നല്ല പാടാണല്ലേ. അപ്പോൾ ഇതുപോലെ എന്ത് കറയായാലും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ കറ അവിടെ തന്നെ അവശേഷിക്കുന്നുണ്ടാവും. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആ തിന്നർ ഒരു കോട്ടൺ ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ തേച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് കഴുകിയെടുത്താൽ ഇതും നമുക്ക് പെട്ടെന്ന് പോയി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളുടെ ഡ്രസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്ന പെയിന്റ് അതുപോലെ തന്നെ നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാജിക് റിമൂവർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും കൂടി അറിയിക്കാൻ മറക്കരുത്. അടുത്തതായിട്ട് നമ്മളുടെ ഡ്രസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്ന കരിമ്പനെയൊക്കെ എങ്ങനെ കളഞ്ഞെടുക്കാം എന്നുള്ള ടിപ്സാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ലൈവായിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. നന്നായിട്ട് കരിമ്പൻ പിടിച്ചൊരു തോർത്താണ് കേട്ടോ ഇത്. ഇത് കരിമ്പൻ പിടിച്ചത് കൊണ്ടും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കീറിയത് കൊണ്ടും ഞാനിത് ഒഴിവാക്കിയതാണ്. ഇതിൻ്റെ ലൈവായിട്ടുള്ള നിങ്ങൾ റിസൾട്ട് കണ്ടാൽ ശരിക്കും ഷോക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് കഞ്ഞിവെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ചൂടോട് കൂടെ തന്നെ നമ്മൾ കരിമ്പൻ പിടിച്ചിട്ടുള്ള തോർത്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ തവിയുടെ ബാക്ക് സൈഡ് ഉപയോഗിച്ചാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നത്. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ചൂടാറി 20 മിനിറ്റിന് ശേഷം നമുക്കിത് എടുത്ത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ ഈ കരിമ്പിനുള്ള ഭാഗത്തൊക്കെ ഒന്ന് ബ്രഷ് വെച്ച് ഉരയ്ക്കുന്നുണ്ട്. ബ്രഷ് വെച്ച് ഉരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. കരിമ്പനൊക്കെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പോകുന്നുണ്ട്. കല്ലിലൊന്നും വെച്ച് ഉരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും. കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് വഴുതി പോവാണ് കേട്ടോ. എല്ലാ ഭാഗത്തും ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ തന്നെ പാതി മുക്കാലും നമുക്ക് കരിമ്പനൊക്കെ ഇളകി പോകുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ആലം സ്റ്റോൺ ആണ്. ആലം സ്റ്റോൺ വെച്ചിട്ട് നല്ലൊരു ടിപ്പ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വൈറ്റ് ഡ്രസ്സിലും അതുപോലെ തന്നെ കളർ ഡ്രസ്സിലൊക്കെ അലക്കിയെടുക്കുന്ന സമയത്ത് മറ്റു വസ്ത്രത്തിലെ കളറൊക്കെ പിടിക്കുകയാണെങ്കിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ള ടിപ്പാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ആലം സ്റ്റോൺ ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന തോർത്തുമുണ്ട് അതിലേക്ക് ഇട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായതാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ആലമ്പൊടിയിലായിരുന്നു ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന തോർത്തുമുണ്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് അതിൻ്റെ കളറ് നന്നായിട്ട് ചേഞ്ച് ആയി വന്നത് കാണുന്നുണ്ടാവും. വെള്ളം ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ വൈറ്റ് ഡ്രസ്സിന് നല്ല വെണ്മ ലഭിക്കാനും ഒക്കെ ഉള്ള നല്ലൊരു കഴിവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആലം സ്റ്റോൺ പൊടിയിൽ കുറച്ച് സമയം ഈ തോർത്തൊന്ന് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കളറിൽ വന്ന വ്യത്യാസം ലൈവായിട്ട് കാണുന്നുണ്ടായിരിക്കും. ഇനി കുറച്ച് കരിമ്പൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അത് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് പോയി കിട്ടുന്നുണ്ട്. കരിമ്പൻ പിടിച്ചിട്ട് നിങ്ങൾ ഒഴിവാക്കിയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നേരത്തെ കാണിച്ച തോർത്തിനും ഇപ്പോൾ കാണിച്ച തോർത്തിനുമുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കളർ പിടിച്ചിട്ടുള്ള ഡ്രസ്സ് അതുപോലെ തന്നെ കരിമ്പനായിട്ടുള്ള ഡ്രസ്സ് കറയായിട്ടുള്ള ഡ്രസ്സ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള കുറേ അധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഞാൻ എല്ലാ ഭാഗത്തുള്ള കരിമ്പനും ഇതുപോലെ ഒന്ന് ഉരച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കരിമ്പനൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാ കറയും നമുക്കിവിടെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം.
അപ്പം ഞാൻ നിവർത്തി കാണിക്കുന്നുണ്ട്. എല്ലാ കരിമ്പനും നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ കരിമ്പൻ പിടിച്ചിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഡ്രസ്സൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കളർ ഡ്രസ്സ് ആവട്ടെ വൈറ്റ് ഡ്രസ്സ് ആവട്ടെ നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. ക്ലോറിനോ ബ്ലീച്ചോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഉണങ്ങിയതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പഴയ കാണിച്ച തോർത്തിനും ഇപ്പോൾ കാണിച്ച തോർത്തിനുമുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ടായി. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.